മിഡിൽ ഈസ്റ്റ് സംരംഭകർക്ക് മീഡിയ വൺ നൽകുന്ന ബിസിനസ് എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി GR അനിലാണ് അവാർഡുകൾ നൽകിയത്. വിവിധ ബിസിനസ് മേഖലകളിൽ മികവ് തെളിയിച്ച 14 പ്രവാസി വ്യവസായികൾ അവാർഡ് ഏറ്റുവാങ്ങി. നവകേരള സൃഷ്ടിയിൽ പ്രവാസികളും മീഡിയ വണ്ണും വഹിക്കുന്ന പങ്കിനെ മന്ത്രി പ്രശംസിച്ചു. തകർച്ചയിൽ നിന്ന് കരകയറുന്നതിന് കേരളത്തെ കൈപ്പിടിച്ചുയർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച പ്രവാസി വ്യവസായികളെയാണ് മീഡിയ വൺ ആദരിച്ചത്. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 14 വ്യവസായി സംരംഭകർക്ക് ബിസിനസ് എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരത്തിന് അബൂബക്കർ മടപ്പാട്ട് അർഹനായി. സസ്റ്റൈനബിലിറ്റി ലീഡർഷിപ്പ് പുരസ്കാരം അബ്ദുൽ ജബ്ബാർ PVക്കാണ്. മിഡിൽ ഈസ്റ്റ് യങ് ബിസിനസ് മാൻ ഓഫ് ദി ഇയറായി ജോൺ പോൾ ആലുക്കാസിനെ തെരഞ്ഞെടുത്തു. സോഷ്യൽ എന്റർപ്രണർ ഡോക്ടർ സൂരജ് NK ആണ്. എമർജിംഗ് എന്റർപ്രണറായി സൗദി അറേബ്യയിൽ നിന്നുള്ള ഷാനവാസ് ഷെരീഫിനെ തെരഞ്ഞെടുത്തു. കൺസ്ട്രക്ഷൻ ആൻഡ് ഇന്റീരിയർ ഫിറ്റ് ഔട്ട് വിഭാഗത്തിൽ കലന്തൂർ ഗ്രൂപ്പ് സ്ഥാപകൻ കലന്തൂരും, കൺസൾട്ടിംഗ് ആൻഡ് ബിസിനസ് സെറ്റപ്പ് വിഭാഗത്തിൽ അറബ് കൺസൾട്ടന്റ് ഹൌസ് സ്ഥാപകൻ നജീബ് മുസ്ലിയാരകത്തും, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ HW ഗ്യാസ് ആൻഡ് എനർജി മാനേജിംഗ് പാർട്ണർമാരായ ഹനീഫ അബ്ദുൽ മനാഫ്, മുഹമ്മദ് ഹനീഫ, ഹോൾസെയിൽ ട്രേഡിംഗ് വിഭാഗത്തിൽ നഖ്ല അൽവാദി മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റഷീദ് കല്ലാച്ചി, IT ആൻഡ് സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ ക്ലൗഡ് IT സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ മങ്ങാട്, ഫുഡ് ആൻഡ് ബീവറേജസ് വിഭാഗത്തിൽ ചിക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ അബൂബക്കർ, ലോജിസ്റ്റിക്സ് വിഭാഗത്തിൽ ജനൈ ലോജിസ്റ്റിക്സ് മാനേജിംഗ് ഡയറക്ടർ ജസ്ലീം മീത്തൽ, എക്യുപ്മെന്റ് ആൻഡ് മെഷീനറി വിഭാഗത്തിൽ അൽ ഹാസ്മി ട്രേഡിംഗ് കമ്പനി CEO അബ്ദുൽ ഗഫൂർ, HVAC ഇൻഡസ്ട്രിയിൽ ബ്രീസ് എയർ കണ്ടീഷനിംഗ് സ്ഥാപകൻ റിയാസ് KM എന്നിവരാണ് ബിസിനസ് എക്സലൻസ് പുരസ്കാരത്തിന് അർഹരായത്. മീഡിയ വൺ ഇത്തരം ഒരു അവസരം ഒരുക്കി നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രവാസികളെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും അവർക്കൊരു പ്രൊമോട്ട് ചെയ്യാനും താല്പര്യമെടുത്തതിന് വളരെയേറെ സന്തോഷത്തോടു കൂടി ഞാൻ മീഡിയ വൺ മാനേജ്മെന്റിനെയും അഭിനന്ദിക്കുന്നു. അതിൽ പങ്കാളികളാകുന്ന വ്യവസായികളായ സുഹൃത്തുക്കളെയും ഞാൻ വളരെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. പ്രവാസ ലോകത്തെ സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രോഗ്രാമിന്റെ ഫലപ്രദമായ വിനിയോഗം, ജീവനക്കാരിൽ നിന്നും ഉപഭോക്താക്കളിൽ നിന്നും സ്വീകരിച്ച അഭിപ്രായങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് ജേതാക്കളെ നിർണയിച്ചത്. മീഡിയ വൺ, തിരുവനന്തപുരം.